അസ്സലാമു അലൈക്കും. എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഉണ്ടായിരിക്കട്ടെ. പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഏറ്റവും മികച്ചത് പഠിച്ചാൽ തരട്ടെ. പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കസ്റ്റമർ നമുക്ക് ഒരു സാരി കൊണ്ടു തന്നതാണ് കേട്ടോ. സാരിയൊക്കെ കാണിക്കാം ഉണ്ടോ. ഇതുകൊണ്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്തുണ്ടാവും ഇതേപോലെ ഒഴിവാക്കിയ സാരി. പിന്നെ സാരീൻ്റെ കുറച്ച് ഓരോ മോഡൽ ഓരോ സമയമാകുമ്പോൾ പോകുമല്ലോ. അപ്പോൾ പിന്നീട് അത് നമുക്ക് യൂസ്ഫുൾ ആക്കാൻ കഴിയാതിരിക്കണവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ചുരിദാറാക്കുക, എങ്ങനെ ഷാളാക്കുക എന്നൊക്കെയാണ് നമ്മളിന്ന് ക്ലാസ് തരുന്നത്. അപ്പോൾ ഇതൊരു ഷോളും കണ്ടോ, ഇത് മുൻവശത്തേക്ക് വന്നിട്ടുള്ള ഒരു ഷോളും അതേപോലെ ഒരു ടോപ്പുമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് നമ്മൾ നേരത്തെ ചെയ്ത ടോപ്പ് പോലെ തന്നെ ഈ വശതാ ഈ ഭാഗം താഴ്വശത്തേക്ക് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടോ താഴ്ഭാഗത്തേക്കാണ് ഈ വശം വരുന്നത്. പിന്നെ നമ്മൾ ഷോൾ എടുക്കുന്നത് ഈ ഭാഗമാണ് കണ്ടോ. ഈ ഭാഗം നമ്മൾ ഷോളിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ബാക്ക് പീസ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് എടുക്കുക കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നിന്നാണ് ബാക്ക് പീസ് എടുക്കുക. അങ്ങനെ വരുമ്പോഴേ കൈ ഇവിടുന്ന് കിട്ടുള്ളൂ. കൈക്ക് ഇത് വേണം. ഓക്കെ, കൈ ഇത് കുറച്ച് വീതിയുള്ള കൈ ആയിക്കോട്ടെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര വീതിയുള്ള കൈ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടോ. ഇത്ര വീതിയിൽ ഫുള്ളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണം പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരും വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയ ഒരു ക്ലാസ് വേണം നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ അറിയാം, കട്ട് ചെയ്യാൻ പേടിയായിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പുറത്തേക്ക് ചെയ്ത് കൊടുക്കാൻ പേടിയായിട്ടുള്ളവരുണ്ടാവും. മിക്ക ആൾക്കാരോടും സ്റ്റിച്ച് ചെയ്ത് തരുമോ ചോദിക്കുമ്പോൾ ഞാൻ ഇന്ത്യ ചെയ്യും പക്ഷേ എനിക്ക് പുറത്ത് കഴിയാൻ പേടിയാന്ന് പറയുന്നവരാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ 500 രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചിട്ട് നിങ്ങൾക്ക് 6 മാസത്തെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ നിങ്ങൾക്ക് ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് എല്ലാം പഠിക്കാം. റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഉണ്ടാവുക. ബോഡിയിൽ അളവെടുത്തിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. നമുക്ക് കോൺഫിഡൻറ്റ് ഇല്ലാതെ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടാത്തതിൻ്റെ പേരിലാണ്. പിന്നെ ഈ ടൈലറിങ്ങിന് കുറേ ടിപ്സ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്ര ഒരു ക്ലാസ്സാണ് നമ്മൾ തരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ 80 86 82 49 49 പറഞ്ഞ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ ഈ മാസം 1 മുതൽ 31 വരെ ജോയിൻ ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് മെഷീനുണ്ട്. 1ാം സമ്മാനം ജാക്ക് FI മെഷീനും 2ാം സമ്മാനം നമ്മൾ മെറിറ്റ് ഹൈ സ്പീഡ് മെഷീനുമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസംബറിൽ നമ്മൾ ഗിവ് അവേ നടത്തിയതിൽ 3 പേർക്കാണ് മെഷീൻ കൊടുത്തത്. അത് നമ്മൾ തലശ്ശേരി ഒരാൾക്കും അതേപോലെ കൊടുവള്ളിയിൽ ഒരാൾക്കും കോഴിക്കോട് ഒരാൾക്കുമാണ് കിട്ടിയത്. അപ്പോൾ അതേപോലെ നിങ്ങളും അതിൽ വിജയിയാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ 80 86 82 49 49 പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രയോ പൈസ നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ വേണ്ടി ചിലവഴിക്കാറുണ്ട്. ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്താൽ തന്നെ 500 രൂപ കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തേക്ക് വരികയാണ്. ഇനിയും കൂടുക എന്നല്ലാതെ കുറയില്ല. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതേപോലെ വെക്കേഷൻ ആകുമ്പോൾ കുട്ടികൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടാവും. അവരവരുടെ അടുത്തൊക്കെ പറയുക, സ്വന്തമായിട്ട് അവനവൻ്റെങ്കിലും ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഒരു കൈത്തൊഴിൽ പഠിക്കുക പറഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പ് കട്ട് ചെയ്യാണ് കേട്ടോ. ആദ്യം മുൻവശത്തെ പീസ് കേട്ടോ, മുൻപീസാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ അവർക്ക് വീനക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, കറക്റ്റായിട്ട് വരണം കേട്ടോ. ഒരു ഹൈറ്റ് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് 43 ഇഞ്ച് ലെങ്ത്താണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ 230 കേട്ടോ ഉപയോഗിക്കൽ. 230 ഷോളിന്. ഇപ്പോൾ വീട്ടിൽ സാരി ഉണ്ടാവും, ഒരുപാട് സാരി ഉള്ള മരമൊക്കെ ഉണ്ടാവില്ലേ. അപ്പം മക്കൾക്കൊക്കെ ഇതേപോലെ ഒരു ചുരിദാറൊക്കെ അടിച്ച് കൊടുക്കിട്ടോ. അത് ഷോളും പാൻറ്റ് മാത്രം പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. ഷോളും ടോപ്പും ഒരു സാരിമെന്ന് കിട്ടും കേട്ടോ. ലെങ്ത്ത് 43. അപ്പോൾ 43 43.5 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴ്ഭാഗത്ത് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ 43 43.5. ഇത് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്നാണ് വിചാരിക്കണത്. മാഷിങ് വൈറ്റ്, തുണിയും വൈറ്റ് ആകുമ്പോൾ. പിന്നെ ഷോൾഡർ നോക്കട്ടെ കേട്ടോ. പിടിക്കൂ. ഷോൾഡർ 7 കേട്ടോ. ആം ഹോൾ 6.5
ഓക്കെ. പിന്നെ നമ്മൾ ചെസ്റ്റ് 10 കേട്ടോ. ഷേപ്പ് ലെങ്ത്ത് 13.5. ഇപ്പോൾ ഷേപ്പിൻ്റെ റൗണ്ട് ഇപ്പോൾ ഷേപ്പ് റൗണ്ട് 9 കേട്ടോ. ഓപ്പണിൻ്റെ ലെങ്ത്ത് നോക്കട്ടെ 22 കേട്ടോ. റൗണ്ട് ഹിപ്പ് 11. ഇനി നമ്മൾ അടി ലൂസ് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ വരക്കുകയാണ്. സ്കെയിൽ കൊണ്ട് തന്നെ വരക്കുക കേട്ടോ. നമ്മളിത് കട്ട് ചെയ്യാം. രണ്ട് പീസ് ഒന്നിച്ചാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. തുണി നീങ്ങിപ്പോവാതിരിക്കാൻ സ്കെയിൽ വെച്ചാൽ മതി കേട്ടോ. ഇതേപോലെ സ്കെയിലിന് അവിടെ വെക്കുക. ഓക്കെ. എന്നിട്ട് വൈറ്റ് കാണുന്നുണ്ടാവും അല്ലേ? വൈറ്റ് മേശമ്മൽ വൈറ്റ് വരുമ്പോൾ ചിലർക്ക് മടിയായിരിക്കും അല്ലേ ഇതൊക്കെ ചെയ്യാൻ. ഇതാവില്ല, എന്നെക്കൊണ്ട് കഴിയില്ല, അങ്ങനെ വെറുതെ ഇരുന്നിട്ട് സമയം കളയും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് നല്ലൊരു തൊഴിലാണിത്. നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത, ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം കുറഞ്ഞൊരു തൊഴിലാണ് ഈ സ്റ്റിച്ചിങ്. നല്ല ഇൻകം കിട്ടും ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ എത്ര ദൂരത്തു നിന്നാലും നമുക്ക് കസ്റ്റമർ വരും. ഇപ്പോൾ വെറുതെ ഇരിക്കണവരോടൊക്കെ പറയാനുള്ളത് മെഷീനൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് ഈ മേഖലയ്ക്ക് വരും കേട്ടോ. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണം. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും എവിടെയെങ്കിലും എത്തിപ്പെടാനൊക്കെ കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ മുൻപീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസാണ് ചെയ്യണത്. ബാക്ക് പീസ് ചെയ്യാൻ ഇതിൽ നിന്ന് തന്നെ ബാക്ക് ഭാഗം എടുക്കുക. ഏറ്റവും ലാസ്റ്റ് ഭാഗം എടുക്കുക കേട്ടോ. അതെന്തിനാണ് അങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഷോളിന് അവിടെ തന്നെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഷോളിന് ക്ലോത്ത് ഉണ്ടാവില്ല. ഷോളിന് നമ്മൾ വർക്ക് കിട്ടാതെ പോകും. ബാക്കിൽ നമുക്ക് വർക്ക് വേണമെന്നില്ല. അതുകൊണ്ടാണ് ബാക്ക് പീസ് എപ്പോഴും നമ്മൾ ലാസ്റ്റ് പീസിൽ നിന്ന് തുടങ്ങണം എന്ന് പറയണത്. ഓക്കെ. ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇത് കല്ലുള്ള ഭാഗമായതുകൊണ്ടേ അവിടെ വെയിറ്റാണ്, ആ ഭാഗം വെയിറ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കറക്റ്റ് ചെയ്ത് കണ്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് എപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ ബാക്ക് പീസ് ഉണ്ടല്ലോ 1 ഇഞ്ച് 1.5 ഇഞ്ചോ കൂടുതൽ ഇടാൻ നോക്കണം. കാരണം എന്താ അറിയോ, സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ തുണി വെയിറ്റ് തൂങ്ങിപ്പോവും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാക്ക് പീസ് കയറിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ബാക്ക് പീസ് ലേശം കൂടുതൽ വേണമെന്ന് പറയണത്. ഓക്കെ.
ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്യാം. കണ്ടോ? ഇതേപോലെ ഇങ്ങനെ ഒന്നിച്ച് വെക്കുക കേട്ടോ. നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ബോഡിയിൽ അളവെടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ കയറുന്നവരൊക്കെ പറയാറ് ഞങ്ങൾ കോൺഫിഡൻ്റ് ആയി ഞങ്ങൾ പുറത്തേക്ക് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെയാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് പുറത്തേക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ പേടിയായിട്ട് ഇനി ഒരു പരീക്ഷണത്തിനാവില്ല, ഞാൻ ഒരുപാട് പഠിച്ചു, വീട്ടുകാർ പറയും മതി പഠിച്ചത്, ഇത്രയും പോയിട്ട് പിന്നെ ഇപ്പോഴും പഠിച്ച് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അതേപോലെ എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞു, ഞാൻ 2-3 തവണ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളാണ്, ഇനി എനിക്കെൻ്റെ വീട്ടുകാരുടെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ എനിക്കൊരു വിഷമമാണ്, പഠിക്കാൻ പോവുക, ഇപ്പോഴും പഠിച്ച് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ആരും അറിയാതെ പഠിക്കാമല്ലോ എന്ന്. ഇപ്പോൾ അവരിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പുറത്തേക്ക് ചെയ്യൽ തുടങ്ങി, എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന്. അപ്പോൾ അതേപോലെ നിരാശപ്പെട്ടിരിക്കുന്നവരോട് പറയണമെങ്കിൽ നിരാശപ്പെടണ്ട. മറ്റുള്ളവർ നമ്മളെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പഠിക്കണതിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയും, എന്ന് പഠിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും സ്വന്തം അവനവൻ്റെ വരെ പുറത്ത് കൊടുക്കുകയാണെന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഓൺലൈനാണ്, നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ നിങ്ങളെ ഫ്രീ ടൈമിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവണം ആ സമയത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് കൊടുക്കുന്നത്. ഏറ്റവും മികച്ച ക്ലാസ്സാണ് കൊടുക്കുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര കുറഞ്ഞ ഫീസിൽ ഏത് ഓൺലൈൻ ആയാലും നിങ്ങൾക്ക് ക്ലാസ് കിട്ടൂല. അപ്പോൾ നമ്മളൊരു കുടുംബശ്രീ സംരംഭമാണ്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് കീഴുപറമ്പ് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുടുംബശ്രീ സംരംഭമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് 2-2.5 ഇഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മുൻ പീസ് ഒന്ന് താഴോട്ട് തൂങ്ങും. അപ്പോൾ അതിനൊപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക് പീസ് ലേശം ലെങ്ത്ത് വേണം. ഇത് ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഒന്നും കട്ട് ചെയ്യാതിരുന്നത്. നമ്മൾ ഇതിൻ്റെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ എന്തിനാണ് കട്ടിങ് ഇടുന്നതെന്ന് അല്ലേ? എല്ലാവരും വിചാരിക്കും ഇതിനപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ മാർക്കിങ് ഇടുന്നതെന്ന്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഉപകാരം എത്രത്തോളമെന്ന് മനസ്സിലാവുക. അതേപോലെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററും ഒരു കട്ടിങ് ഇടുകയാണ് കേട്ടോ. ഇനി നമ്മളിത് മടക്കുകയാണ്. ലൈനിങ് വാങ്ങിയിട്ട് വേണം, നമ്മളോട് വാങ്ങാൻ പറഞ്ഞതാണ്. അപ്പോൾ വാങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോളും കയ്യുമാണ് അല്ലേ? അപ്പോൾ അങ്ങോട്ട് അപ്പോൾ ഷോള് ഇത്ര വീതി വേണ്ട, വീതി നമുക്ക് 2.30 മതി. അപ്പോൾ കയ്യും ഇതിൽ നിന്ന് കിട്ടണം. അപ്പോൾ നോക്ക് കേട്ടോ എത്രയുള്ളത് നോക്കുക. 2.5 മീറ്ററിൻ്റെ അടുത്ത്, 2.25 കുറച്ചും. ആളത്ര ഹൈറ്റ് ഇല്ല, 2.25 അയച്ചിട്ടും കുഴപ്പമില്ല. പക്ഷെ ഒരു ഷോളിൻ്റെ നിങ്ങളെടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതൊരു മീറ്ററാണ്, 40 ഇഞ്ചാണ് 1 മീറ്റർ. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരികയാണ് കേട്ടോ. 1 മീറ്റർ 2 മീറ്റർ, പിന്നെ നമ്മളൊരു 20 കൂടെ കേട്ടോ. ഇത്ര മതി. ഓക്കെ, നമ്മൾ നോക്കുക കൈക്ക് അവർ ചോദിച്ച വീതി കിട്ടുമെന്ന്. കഷ്ടിച്ച് അവർ ചോദിച്ചാൽ അത്ര തന്നെ ഉണ്ടാവുമോ അറിയില്ല, എന്നാലും നമുക്ക് ഉള്ളതിൽ പിന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എത്രയാണോ ഉള്ളത് അതിനെ ചെയ്ത് കൊടുക്കാം. ഇത് പിടിച്ചാൽ നമ്മളിത്
2.5 ഒന്ന് കുറച്ച് കുറയും കേട്ടോ ഷോളിന്. ഈ കൈയാണ്. ഓക്കെ. അപ്പോൾ ഒരു സാരിയിൽ ഒന്നും തന്നെ വേസ്റ്റ് ഇല്ല. ഇതിൻ്റെ ഇത്ര വീതി വേണ്ട ഷോളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് വശം കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പിന്നെ അവിടെ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഇതുള്ളൂ കേട്ടോ ഗ്ലേസ് ഇതിൻ്റെ വർക്ക് വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ കൈ ചെയ്യാം കേട്ടോ. വെച്ചാൽ കൈക്ക് 2 വശത്തും വർക്ക് വരും. ഈ കല്ല് വരുന്നുണ്ട്, 2 വശത്തും ഡിസൈൻ വരുന്നുണ്ട്. കാണിക്കാം. കണ്ടോ, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് മാത്രമാണ് ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് വീതി കുറവാണ്. അവർ ഒരു 9 ഇഞ്ച് വീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ 9 ഇഞ്ച് വീതി കിട്ടൂല. ഇങ്ങനെ മടക്കുമ്പോൾ ഒരു 8 ഇഞ്ച് വീതി കിട്ടുള്ളൂ. 18. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വീതി കിട്ടും. കണ്ടോ, വീതിയിൽ ചെയ്യുമ്പോൾ നമ്മളിതിനെങ്ങനെ മടക്കിയിട്ട് കണ്ടോ 1 2 3 4 ഇങ്ങനെ മടക്കുക. 2 വശത്തും വർക്ക് വരുമ്പോൾ ഇങ്ങനെ മടക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കൈ നല്ല വീതി കിട്ടും, നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ കൈ ഒരു 10 ഇഞ്ച് വീതി കിട്ടണം നമുക്ക്. അപ്പോഴാണ് 9 ഇഞ്ച് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുന്ന് ആദ്യം നമ്മൾ ഇതിനെ ഈ ഒരു വശം വേസ്റ്റ് കട്ട് ചെയ്യുക കേട്ടോ. ഒരു ഭാഗം അതുകൊണ്ട് കുട്ടിക്ക് എന്തോ ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിത് താഴ്വശത്തേക്ക് ഇങ്ങനെ നെറിവ് കൊടുത്തിട്ട് ഒരു ഉടുപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാനാണ് ഇത് ഒഴിവാക്കാതെ പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഇതൊന്ന് 2. അപ്പോൾ ഇതിൽ ഇപ്പം തന്നെ കട്ട് ചെയ്താൽ കുറച്ച് വേസ്റ്റ് പീസായി പോകും. അത് ഒഴിവാക്കാനാണ് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് കറക്റ്റ് പിടിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഭാഗത്തുനിന്ന് മടക്കുകയാണ് കേട്ടോ. ഈ ഭാഗം മടക്കി ഈ ഭാഗം മടക്കിയിട്ട് കണ്ടോ, കണ്ടോ. എന്നിട്ട് നമ്മൾ 10 അല്ലേ, 9 അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 മതി. നമ്മൾ കുറച്ചും കൂടെ ഉള്ളോട്ട് തുണിനെ എപ്പോഴും നമ്മൾ സേവ് ചെയ്ത് കട്ട് ചെയ്യുക കേട്ടോ. വെറുതെ വേസ്റ്റാക്കി കളയരുതേ. 9 + 1 10. 9 + 1 10 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ കൈ താഴ്വശത്ത് ലൂസിലാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നോക്കാം, കൈ ഷേപ്പ് ചെയ്തു. ഇതിൽ നിന്ന് ഇതിലേക്കും ഷേപ്പ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഒരു സാരിയിൽ വളരെ കുറച്ചേ ഉള്ളൂ ബാക്കി. ഒരു ടോപ്പും ഒരു ഷോളും കഴിച്ചാൽ നമ്മൾ ഈ കല്ല് ഇങ്ങോട്ട് തൂക്കം ഒഴിവാക്കാൻ 1/2 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്ത് കേട്ടോ. ഇത് നോർമലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 3.5 ചെയ്താൽ മതി. പക്ഷേ 4 ഇഞ്ച് ചെയ്യാൻ കാരണം ഈ കല്ലിങ്ങനെ ഇങ്ങോട്ട് തൂങ്ങും. അപ്പോൾ കുറച്ചിങ്ങനെ കയറിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എന്തൊക്കെയായി? ഷോളായി, ടോപ്പായി. ഇത് കുട്ടിക്കുള്ളതാണ് കേട്ടോ. അവൾക്ക് ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴ്വശത്ത് നെറിവ് കൊടുത്തുകാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉടുപ്പാക്കി കൊടുക്കും. കണ്ടോ? ഇത് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ വേസ്റ്റ് പീസ് കൊണ്ട് കുഞ്ഞു ഉടുപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മളിത് അവർ നമ്മളടുത്ത് പറഞ്ഞതാണ്. പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഇത് നമ്മളത്ര ശ്രദ്ധിക്കൂല. അപ്പോൾ ഇതൊക്കെ ഒന്നിച്ചാണെന്ന് ഉറപ്പ് വരുത്തുക. ഇത് ഒരു പീസായി. അതേപോലെ ഇതും ഒരു പീസാക്കി എടുക്കുകയാണ്. എൻ്റെ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരിനെ വിളിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഞാൻ നന്ദി പറയണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കാണുമ്പോഴാണ് എൻ്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പ്രചോദനമാവുന്നത്. ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കണ എല്ലാവരോടും നന്ദി പറയാം കേട്ടോ. താങ്ക് യു. രണ്ടാമത്തെ പീസ് നമ്മൾ ഇതാക്കി. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുട്ടിക്ക് ഒരു കുഞ്ഞു കൈ വേണം പറഞ്ഞു. അപ്പോൾ ഇത് കിട്ടുമോ നോക്കൂ. ഇങ്ങനെ കണ്ടോ? ഇതുകൊണ്ട് ഇങ്ങനെ കിട്ടുമോ നോക്കും. ഇത് ഞാനൊരു വള്ളിയായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. കണ്ടോ? ഇങ്ങനെ ഒരു വള്ളിയായിട്ട്. അപ്പോൾ ഇത് ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരണം. ഇങ്ങനെ വരുന്ന രൂപത്തിൽ ഒരു കുഞ്ഞു വള്ളിയായി കൊടുക്കും. യോക്ക് പീസ് ഇതന്നെ എടുക്കും കേട്ടോ. നെക്കിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നെക്കിന് ഈ പീസിനോട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ചെയ്യും. അങ്ങനെ ഇതൊരു കുഞ്ഞു ഉടുപ്പാക്കി മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഷോള് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഷോൾ ഇത്ര അധികം ഇത് വേണ്ട. അപ്പോൾ ഇത്ര വീതി വേണ്ട. നമ്മളിത് മടക്കുകയാണ്. മടക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കുക. കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ. ഉണ്ടോ? മടക്കിൻ്റെ എല്ലാവരും ഒപ്പം വരില്ല, ഒന്നിച്ച് വരില്ല. പലരും പല സ്ഥലത്തായിരിക്കും. ഉണ്ടോ? ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഇതേപോലെ ചെയ്യാം. ഉണ്ടോ? ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു 38 ഇഞ്ച് ശരിക്കും നമുക്ക് ഒരു 32 ഇഞ്ച് വീതി 34 ഇഞ്ച് വീതിയൊക്കെ ഒരു ഷോളിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ വീതി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോക്ക് അപ്പോൾ നമ്മളൊരു 38 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്യും താഴ്ഭാഗം. 1 ഇഞ്ചോളം 1.5 ഇഞ്ചോളം അതിന് പോകും കേട്ടോ. ഏകദേശം ഒരു 36 ഇഞ്ചിൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഷോള് ഓക്കെ ആയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ കാണുന്ന എല്ലാവരോടും അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വരും കേട്ടോ. ഒരു നിരാശപ്പെട്ടിരിക്കണവരും അതേപോലെ പഠിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നവരുണ്ടല്ലോ. ഓൺലൈനിൽ പഠിക്കാൻ കഴിയില്ല അങ്ങനെ തോന്നുന്ന ഒരുപാട് പേരുണ്ട്. അത് വെറുതെ ആണ് കേട്ടോ. ഓൺലൈനിൽ സൂപ്പറായിട്ട് പഠിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഞാൻ
ഉറപ്പ് തരികയാണ്. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ ഷുവറായിട്ടും നിങ്ങൾ ഡ്രസ്സെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. പിന്നെ താല്പര്യമുള്ളവരൊക്കെ 80 86 82 49 49 പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.